ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെരി ടേസ്റ്റി, ഈസി ആൻഡ് കളർഫുൾ മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങ ചെറുതായി അരിഞ്ഞത് 500 ഗ്രാം. അതിൽ 2 ടീസ്പൂൺ കായപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതാണ് ഉലുവ. ഉലുവ 1/4 ടീസ്പൂണാണ്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. ചെറിയ ഉള്ളി 4 എണ്ണം അല്ലെങ്കിൽ 30 ഗ്രാം. വെളുത്തുള്ളി 4-5 അല്ലി അല്ലെങ്കിൽ അത് 25 ഗ്രാം. 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. വിനാഗിരി 1/4 കപ്പ്, തിളപ്പിച്ചാറിയ വെള്ളം 1/4 കപ്പ്. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിലാണ് കേട്ടോ. അച്ചാർ ഉണ്ടാക്കാൻ പോകാനായിട്ട് നമ്മൾ ചട്ടി സ്റ്റൗവിൽ വെച്ച് കേട്ടോ, നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒലിവ് ഓയിൽ. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയായിരിക്കും ബെസ്റ്റ്. ഇവിടെ തണുപ്പാലായതുകൊണ്ട് ഉടഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇടാം കേട്ടോ. അത് 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. ഉലുവ മൂത്ത് കേട്ടോ. ഇനി നമ്മുടെ ചുവന്നുള്ളി ഇടാം, ചെറിയ ഉള്ളി. ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇനി നമ്മൾ 3 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതാണ് കേട്ടോ. മൊത്തത്തിൽ ഇടുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അതിനാണ് നമ്മളെപ്പോഴും മുറിച്ചിടുന്നത്. കരിവേപ്പില ഇട്ട് 1 തണ്ട് കരിവേപ്പില. അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. കരിവേപ്പില നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ. ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് ഇടുന്നത്. മുക്കാൽ കപ്പ് വിനാഗിരിയും 1/4 കപ്പ് തിളപ്പിച്ച വെള്ളവും നമുക്ക് ചേർക്കാം. നമുക്ക് മസാലയ്ക്കുള്ള ഉപ്പിട്ടേക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിരിക്കുകയാണ്. 500 ഗ്രാം മാങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിതിനകത്ത് ഉപ്പും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇനി സ്പെഷ്യലി കായ ഇടണ്ട. നമ്മുടെ അച്ചാർ റെഡിയായി. നല്ല റെഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ചെയ്യുക. അത് പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശകല എണ്ണ ചൂടാക്കി അതിൻ്റെ മേളിൽ ഒഴിക്കാം. നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ എണ്ണ ഇല്ലാതെ എടുത്താൽ മതി കേട്ടോ.